എന്താന്ന് നോക്കിയേ, ഇന്നത്തെ വീക്കെൻഡ് നമ്മള് എന്താ നമ്മളെ ഉണ്ടാക്കുന്നത്? കൊഴുക്കട്ടയോ? ഉണ്ടോ? പല്ലിവട്ട പോലത്തെ സാധനമാണ്. അതാണ് പിടിയും കോഴിയുമാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പം ഞാനൊരു ചായയൊക്കെ ഇങ്ങനെ കുടിച്ച് ഇരിക്കുകയാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളമാണ് ഇന്നത്തെ പിടിയുടെ ഉസ്താദുകൾ. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ മെയിൻ കുക്ക്, കണ്ടോ? പിന്നെ ഹെൽപ്പറാണ്, ഞാൻ ഹെൽപ്പർ, ബാക്കി എല്ലാ ഉസ്താദന്മാരാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പിടിയും കോഴിയുമാണ്. പിടിയുടെ ഇത് കുഴയ്ക്കുന്നതൊക്കെ സ്പെഷ്യൽ അല്ലേ? ഇതെങ്ങനെ ഇതിന്റെ കുഴയ്ക്കുന്നത്? ഇതും പിടിയാ, അരിപ്പൊടി, നമ്മുടെ നാട്ടിലത്തെ ഉണക്കലരി, അതായത് കുത്തരിയുടെ പൊടി അല്ലേ? കുത്തരിയുടെ പൊടിയാണ്. പിടിക്ക് വേണ്ടി വറുത്തുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ അരിപ്പൊടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പിടി ഉണ്ടാകില്ല. സാധാരണ നമ്മൾ പച്ചരിയും കൊണ്ടുള്ളതല്ല. ഇത് മട്ടേരിയുടെ, ഇത് നാട്ടിൽ നിന്ന് ഇതിനകത്ത് ഉണക്കലരിയുടെ പൊടിയാണ്. ഇതിനകത്ത് എന്തോ തേങ്ങയാണ്, ജീരകവും തേങ്ങയും കൂടി ഇട്ട് വറുത്തതിന് ശേഷമാണ് ഇത് പിടിക്കുന്നത്. ഇതിന്റെ കുഴയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ജീരകം ഒക്കെ അരച്ച് അങ്ങനെ സ്പെഷ്യൽ പരിപാടികളാണ്. അപ്പൊ ബാക്കി കാഴ്ചകൾ നമുക്ക് അങ്ങനെ വഴിയെ കാണാം. നമ്മുടെ പിടിയുടെ അടുത്ത ഘട്ടമാണ്. എന്താ പറഞ്ഞു തന്നെ, എന്താ ചെയ്യാൻ പോകുന്നത്? വെള്ളം ഞാൻ ആ ഉണ്ട ഇടാനായിട്ട് തിളപ്പിക്കാൻ വെച്ചേക്കും. അതിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഇടുക. അപ്പോൾ അതിന്റെ ആ പാലും അതിന്റെ ആ ഒരു തേങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിടിക്കാൻ. പിന്നെ ഉണക്കലരി കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പൊ ഭയങ്കര ടേസ്റ്റ്. ആദ്യം വെള്ളം തിളപ്പിക്കണം, തിളച്ച് നന്നായി വെട്ടി തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ആ ഉണ്ട ഇടേണ്ടത്. അതിന് മുമ്പേ കുറച്ച് തേങ്ങയും കൂടി. തേങ്ങ ഇട്ടു. അപ്പൊ ഇതൊക്കെയാണ് സൂത്രപ്പണികൾ. ചില നാട്ടിലൊക്കെ കറിവേപ്പിലൊക്കെ ഇടും, പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ട് കറിവേപ്പില ഇടാറില്ല. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന്. ഉണ്ടോ? ഇങ്ങനെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ പിടിച്ച ഉണ്ട അല്ലേ, പിടി ഇതിനകത്ത് ഇട്ടാണ് നല്ലപോലെ അത് തേങ്ങായും ഇട്ടിട്ടുണ്ട്. അപ്പൊ പിടിയുടെ സ്പെഷ്യൽ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. നിനക്കറിയോ പിടി ഉണ്ടാക്കാൻ? അറിയോ? ഇല്ലേ? ആ പഠിച്ചോ, ട്രെയിനിങ്ങാ. വെള്ളം തിളച്ച് വെള്ളം അങ്ങനെ നല്ലപോലെ തിളച്ച് ഇരിക്കുന്നത്. നീ അടുത്ത എന്താണ്? നമ്മൾ പിടിച്ച പിടി അങ്ങനെ നമ്മുടെ പാത്രത്തിലോട്ട് ഇടുകയാണ്. ഇടുമ്പോ ശ്രദ്ധിക്കുക, അദ്ദേഹത്തോട്ട് തെറിക്കരുത് ഇല്ലേ? തിളച്ച വെള്ളമാണ്. അപ്പൊ പിടി ഉണ്ടാക്കുന്നതിന്റെ ഓരോ പ്രൊസീജിയറുകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഉണ്ടാക്കിയ പിടികൾ കാണുക. തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടു. ഇത് എത്ര നേരം എടുക്കും വേണമെങ്കിൽ? 10-15 മിനിറ്റ് നന്നായി തിളച്ച് ഒന്ന് പറ്റി കുറുകുമ്പോൾ നമുക്ക് വാങ്ങാം. പിടി, ഇതാണ് പിടി. ഇങ്ങനെയാണ് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ടേക്കുന്നത്. ഇതാണ് പിടി. നമ്മുടെ തിളച്ച വെള്ളത്തിലിട്ട് അവനെ വേവിക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഉണ്ടകളെല്ലാം ഇട്ടതിന് ശേഷം ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം. താത്തിയും കൊടുത്താൽ മതി. ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്നത്. ഇത് പൊടിയാതെ തന്നെ നമുക്ക് കിട്ടും ഇത് വെന്ത് കഴിയുമ്പോൾ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തോ ഇതും ചിക്കനും ഇല്ലേ? ചിക്കൻ എന്താ ഫ്രൈ ആണോ? ചിക്കൻ കറിക്ക് വേണ്ടിയാണ്. സ്പെഷ്യലായിട്ടാണ്. ഇപ്പൊ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവനെ കറിയാക്കുന്നത്. അപ്പം പിടിയും ചിക്കനും വറുത്തരച്ച ചിക്കൻ കറിയാണോ അതോ നോർമലോ? നോർമൽ ചിക്കൻ കറിയാണ്. എന്നാൽ പിടിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വറുത്തരച്ച ചിക്കൻ കറി പിടിയുമെന്നാണ്. അതാണ് അതിന്റെ കറക്റ്റ്. അപ്പം നമ്മുടെ പിടി അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ പിടി നന്നായി വെള്ളമൊക്കെ പറ്റി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ ഉണ്ട പോലും കലങ്ങിയിട്ടില്ല. ഇത് കണ്ടോ? എല്ലാ ഉണ്ടകളും അതുപോലെ തന്നെ. അത് നന്നായി നമ്മൾ ഇത് കുഴയ്ക്കുമ്പോൾ, നന്നായി കുഴച്ചില്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോയാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇത് കണ്ടോ, ഒറ്റ ഇതുപോലും പൊട്ടിയിട്ടില്ല. എല്ലാം ഓരോന്നും അതുപോലെ തന്നെ കിടക്കുന്നതുണ്ടോ. പിന്നെ ഇതിൻ്റെ കളറ് കണ്ടോ, നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ വെള്ള കളർ, ഇതിൻ്റെ ഒരു ചെറിയ റെഡ് കളർ കണ്ടോ, അതാണ് മറ്റേ അരിയുടെ, നമ്മുടെ ഉണക്കലരിയുടെ പ്രത്യേകതയാണിത്.
കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. എന്താണെങ്കിലും ഇച്ചിരി കൂടി ഒന്ന് പറ്റട്ടെ, മൂടി വെക്കാം. ഇത് വെള്ളമെല്ലാം പറ്റി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പിന്നെ നമുക്കൊന്ന് ഉപ്പ് നോക്കിയേക്കാം. അതിൻ്റെ ചൂടാണ്. ഇന്നത്തെ ടേസ്റ്റർ ഇതാ നമ്മുടെ കൊച്ചുമിടുക്കനാണ് ഇന്നത്തെ ടേസ്റ്ററെ. ചൂട് ഉപ്പുണ്ടോ നോക്കിയാ മോനെ? അടിപൊളിയാ. ഓ എന്റെ വായിക്കൂടെ വെള്ളം വരുന്നു. അത്രയ്ക്ക് അടിപൊളിയല്ലേ? ഇതാണ് നമ്മുടെ പിടി ഏകദേശം ആയിട്ടുണ്ട്. തീ അങ്ങനെ ഓഫ് ചെയ്യുകയാണ്. അപ്പൊ ഇതിന് ഇരുന്നിനി ചൂടെ പറ്റിക്കൂടല്ലേ? ഒറ്റ പിടി പോലും അത് കുഴഞ്ഞിട്ടില്ല, അങ്ങനെ കിടക്കുന്നുണ്ടോ? അതാണ് അതിന്റെ പിടിയുടെ കുഴയ്ക്കുന്നതിലേറ്റവും. അപ്പൊ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ആണ്, പിടിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ അൻസാമോൾ. പിന്നെ അതാണ് ചിക്കൻ അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഫ്രൈ ഇത് കുറച്ച് ഫ്രൈ ആക്കിയാണ്. ഇതാണ് ഇനി കറിയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു പിടി പിടിക്കണം, പിടിയെ ഒരു പിടി പിടിക്കണം. അതാണ് നമ്മൾ ആ ചിക്കനുള്ള പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും അതിനുശേഷം നമ്മുടെ സവോള ഇടുകയാണ്. ഞങ്ങളുടെ സൗദി അറേബ്യയിലെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ സവോളയ്ക്കൊക്കെ നല്ല തീ വിലയാണ്. 1 കിലോ സവോളയ്ക്കൊക്കെ 5.5 റിയാലായിട്ടുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ നമുക്ക് 100 രൂപയ്ക്ക് 3 കിലോ, 1 റിയാലില്ല, 50 കലയാനൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണിപ്പം. അതുകൊണ്ട് സവോളയൊക്കെ ഞങ്ങൾ കാണണ്ടോ വളരെ കരുതലോടുകൂടിയാണ് സവോളയൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ചിക്കൻ്റെ ഉള്ളിയൊക്കെ വരണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുകയാണ്. ആവശ്യത്തിനുള്ള എരിവ്, ഇത് കാശ്മീരി ചില്ലി, കുറച്ച് എരിവുള്ള മുളകും കൂടി ചേർന്നിട്ടുള്ള പൊടിയായിരുന്നു, അതനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി. ഓൾറെഡി ചിക്കന് ചേർത്ത് വറുത്തേക്കുന്നത് കൊണ്ട് ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല. ഉള്ളിക്ക് വേണ്ട കുറച്ച് മല്ലിപ്പൊടി ചേർക്കുകയാണ്. സവാള ആയതുകൊണ്ട് ഇച്ചിരി മല്ലിപ്പൊടി ചേർത്ത് കുറച്ച് സ്വാദ് കൂടുതൽ കിട്ടും. ഇതിൻ്റെ മെയിൻ സാധനം കുറച്ച് ഗരം മസാല ഇവയാണ്. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ അവസാനം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചിക്കൻ പകുതി വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുകയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങനെ നമ്മുടെ മസാലയിലോട്ട് ചേർക്കുകയാണ്. ചിക്കൻ ഇട്ടു. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഓൾറെഡി പകുതി വെന്തതായതുകൊണ്ട് നമുക്ക് പകുതിയും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഒരു മുറി തേങ്ങാപ്പാൽ അങ്ങ് ചേർക്കുവാണ്. അപ്പം നന്നായിട്ട് തിക്കായിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിടിയുടെ ഒപ്പം കഴിക്കാനായിട്ട്. സാധാരണ വറുത്തരച്ചാണ് ചേർക്കുന്നത്, പക്ഷേ ഇത് ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ അങ്ങ് ചേർത്തിട്ടുണ്ട്. ഇത് ഒത്തിരിയല്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. തിക്കായിട്ട് വന്നിട്ടുണ്ട്. അടച്ച് വെച്ച ഒരു ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നന്നായി കുറുകി അങ്ങ് ഇരുന്നോളൂ. ഉപ്പ് നോക്കിയേക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ, ഒന്നും ചേർക്കണ്ട. എരിവൊക്കെ നന്നായിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പിടി ഇനി നമ്മൾ ആദ്യം പിള്ളേർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നോക്കി കുറുകിയിട്ട് ചൂടൊക്കെ പതുക്കി ആറിയിട്ടുണ്ട്. ഇച്ചിരി ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്ത് നോക്കാം. ഒരു ഉണ്ട പോലും കലങ്ങിയിട്ടില്ല കേട്ടോ. നോക്കിക്കേ, അവരോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. സ്പെഷ്യൽ കോഴിയും കൂടെ ആണ്. നോക്കി, അടിപൊളി കോഴിക്കറി. തേങ്ങ അല്ലേ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച വെടിക്കെട്ട് സാധനമാണ്. അങ്ങനെ പിടിയും ചിക്കനും ഇന്നത്തെ സ്പെഷ്യലാണ്. അപ്പോൾ അവർ ടേസ്റ്റൊക്കെ നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് കുറവാണെന്ന് തന്നെ പറയണേ. കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്.
ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അങ്ങനെ പിടിയും കോഴിയുമാണ്. കുട്ടിപ്പട്ടാളങ്ങൾ അങ്ങനെ ടേസ്റ്റ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളിയാ? സൂപ്പറാ. സൂപ്പർ സൂപ്പർ. അങ്ങനെ ഇതേപോലത്തെ ഞങ്ങളുടെ പ്രവാസികളുടെ കുറച്ച് സന്തോഷങ്ങളും പാചകങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്തൊരു വ്ലോഗുമായിട്ട് ഉടൻ തന്നെ വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.